നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഹെൽപ്പർ ഒഴിവ് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത്. മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ മേഖലയിലെ ജോലി അന്വേഷിക്കുന്ന വനിതകൾക്ക് ഇത് നല്ല അവസരമാണ്. ഇപ്പോൾ ഈ നിയമനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും വിശദമായി നോക്കാം. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാനാകുന്നത്? ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കേണ്ടവർ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അതായത് അപേക്ഷകർ അതാത് വാർഡിൽ സ്ഥിരമായി താമസിക്കുന്നവരായിരിക്കണം എന്നതാണ് ആദ്യത്തെ പ്രധാന നിബന്ധന. പ്രായപരിധി നോക്കിയാൽ 2026 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിരിക്കണം. പരമാവധി പ്രായം 46 വയസ്സ് വരെയാണ്. അതായത് 1/1/2026 തീയതിയിൽ 18-നും 46-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത എന്ത്? ഈ ഹെൽപ്പർ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ എഴുത്തും വായനയും അറിയണം. എന്നാൽ SSLC പാസ്സായിരിക്കരുത്. അതായത് SSLC ജയിക്കാത്തവർക്കാണ് മുൻഗണനയുള്ളത്. ഇത് പ്രത്യേകിച്ച് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള അവസരമാണ്. ആർക്കാണ് പ്രായ ഇളവ് ലഭിക്കുക? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ഇതുകൂടാതെ ബന്ധപ്പെട്ട തസ്തികകളിൽ കുറഞ്ഞത് 1 വർഷത്തെ സേവന പരിചയം ഉള്ളവർക്ക് ആനുപാതികമായി പരമാവധി 3 വർഷം വരെ പ്രായ ഇളവ് അനുവദിച്ചേക്കാം. അതിനാൽ അനുഭവ സമ്പന്നരായ അപേക്ഷകർക്ക് ഇത് കൂടുതൽ അനുകൂലമായ അവസരമാണ്. അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം? അപേക്ഷകൾ നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച് സമർപ്പിക്കണം. അപേക്ഷയുടെ മാതൃക ലഭിക്കുന്നത് തിരൂർ അഡീഷണൽ ICDS പ്രൊജക്ട് ഓഫീസ്, ആലത്തിയൂർ, തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും അപേക്ഷാ ഫോം നേരിട്ട് ലഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 5 വൈകിട്ട് 5 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം തിരൂർ അഡീഷണൽ ICDS പ്രൊജക്ട് ഓഫീസ്. അവസാന തീയതി കഴിഞ്ഞാൽ അപേക്ഷ സ്വീകരിക്കില്ല. അതിനാൽ അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ തന്നെ അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ട രേഖകൾ. അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകൾ നിർബന്ധമായും ഹാജരാക്കണം. പ്രസ്തുത വാർഡിൽ സ്ഥിരതാമസമാണെന്ന് തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖ, പ്രായം തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ് പകർപ്പ്. എല്ലാ രേഖകളും ശരിയായ രീതിയിൽ ചേർക്കണം. അപൂർണമായ അപേക്ഷകൾ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. പ്രധാന കാര്യങ്ങൾ ഓർക്കേണ്ടത്: അപേക്ഷകർ വനിതകളായിരിക്കണം. പ്രായപരിധി 18 വയസ്സിനും 46 വയസ്സിനും ഇടയിലായിരിക്കണം. SSLC ജയിച്ചവർക്ക് അപേക്ഷിക്കാനാകില്ല. സ്ഥിരതാമസം തെളിയിക്കുന്ന രേഖ നിർബന്ധമാണ്. മാർച്ച് 5 വൈകിട്ട് 5-ന് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. ഇത് ആർക്കാണ് നല്ല അവസരം? തൃപ്രങ്ങോട് പഞ്ചായത്തിൽ താമസിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള സർക്കാർ മേഖലയിൽ സ്ഥിരതയുള്ള ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്ക് ഇത് മികച്ചൊരു അവസരമാണ്. ഇത്തരത്തിലുള്ള സർക്കാർ തൊഴിലവസര വാർത്തകൾ സമയബന്ധിതമായി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും തൃപ്രങ്ങോട് പഞ്ചായത്തിൽ താമസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ വിവരം അവർക്കും അറിയിക്കൂ. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.